ടു ഓൾ. നമ്മൾ തിയറി പാർട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനകത്ത് വിട്ടുപോയൊരു കാര്യം കൂടി ഉണ്ട്. എന്താണ് ക്യാപിറ്റലൈസേഷൻ, എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ, എന്താണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ? ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റി ഇഷ്യൂഡ് ബൈ ദ കമ്പനി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. എത്ര രൂപയ്ക്കാണ് കമ്പനി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ പ്രപ്പോർഷൻ ഓഫ് ഈച്ച് സെക്യൂരിറ്റി ഇൻ ദ ക്യാപിറ്റൽ ആണ്. അതായത് ലോങ് ടേം സെക്യൂരിറ്റീസിന്റെ പ്രപ്പോർഷൻ. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിലും ക്യാപിറ്റലൈസേഷനിലും ഒക്കെ ലോങ് ടേം സെക്യൂരിറ്റീസ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പ്രപ്പോർഷൻ ഓഫ് ഈച്ച് സെക്യൂരിറ്റി ഇൻ ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യമുള്ളത് ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആണ്. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ആണ്. അത് ലോങ് ടേമും വരും ഷോർട്ട് ടേമും വരും. ടോട്ടൽ ഓഫ് ദ ലൈബിലിറ്റി സൈഡ് ഓഫ് ദ കമ്പനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനിയാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, പ്രപ്പോർഷൻ ഓഫ് ലോങ് ടേം സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഇൻ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലോങ് ടേം ക്യാപിറ്റലിന്റെ ടോട്ടൽ എടുക്കും, ആ ടോട്ടലില് ഓരോ സെക്യൂരിറ്റിയുടെയും പ്രപ്പോർഷൻ കാണാം. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഓഫ് ദ ടോട്ടൽ സോഴ്സ് ഓഫ് ഫണ്ട് ഓഫ് ദ കമ്പനി ടു ഇൻക്ലൂഡ് ബോത്ത് ദ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ. അപ്പൊ ഇത് ജസ്റ്റ് ഈ എക്സാമ്പിൾ പറയുന്നത് നമുക്ക് ആ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, ക്യാപിറ്റലൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ഇതൊന്നുമില്ല. ഇവിടെ നമുക്ക് ഒരു ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റലൈസേഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആണ്. ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്താണ്, ടോട്ടൽ ലോങ് ടേം ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വരും, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 lakh, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 5 lakh, ലോങ് ടേം ലോൺ ആൻഡ് ഡിബഞ്ചേഴ്സ് 2 lakh, റീടൈൻഡ് ഏർണിംഗ് 6 lakh, ക്യാപിറ്റൽ ആൻഡ് സർപ്ലസ് 5 lakh. കറന്റ് ലൈബിലിറ്റീസ് വരും ഇല്ല, അതെന്താണ്, ഷോർട്ട് ടേം ഫണ്ട് ആണ്. അപ്പൊ കറന്റ് ലൈബിലിറ്റീസ് ഒഴികെയുള്ള ബാക്കി എല്ലാ സംഭവങ്ങളും വരും. അപ്പൊ അതിന്റെ ടോട്ടൽ എത്ര വരിക, 23,50,000. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞത്. നമ്മളോട് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റൽ സ്ട്രക്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രപ്പോർഷൻ ഓഫ് ഈച്ച് സെക്യൂരിറ്റി ഇൻ ദ ടോട്ടൽ ക്യാപിറ്റൽ ആണ്. അതായത് 10 ലക്ഷം ഡിവൈഡഡ് ബൈ 23,50,000. അതായത് 23,50,000 എത്ര ശതമാനമാണ് ഇക്വിറ്റി, എത്ര ശതമാനമാണ് പ്രിഫറൻസ്, എത്രയാണ് ലോങ് ടേം ലോണ്, എത്രയാണ് റീടൈൻഡ് ഏർണിംഗ്, എത്രയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കുക. 10 ലക്ഷം ഡിവൈഡ് ബൈ 23,50,000, 5 ലക്ഷം ഡിവൈഡ് ബൈ 23,50,000, 2 ലക്ഷം ഡിവൈഡ് ബൈ 23,50,000, 6 ലക്ഷം ഡിവൈഡ് ബൈ 23,50,000. അത് കണ്ടുപിടിക്കുക. ഇതൊന്നും എക്സാമിന് ചോദിക്കില്ല, നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ്, എന്ത് ഫിനാൻഷ്യൽ സ്ട്രക്ചർ. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, all the financial resources, അതായത് ഷോർട്ട് ടേം ആസ് വെൽ ആസ് ലോങ് ടേം ഫിനാൻഷ്യൽ റിസോഴ്സിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്തു, ആ ലൈബിലിറ്റി സൈഡ് മൊത്തം എഴുതുക. അപ്പൊ എന്ത് വരും, നമ്മൾ ഇതുവരെ എഴുതാത്ത ആ കറന്റ് ലൈബിലിറ്റീസും കൂടി ഫിനാൻഷ്യൽ സ്ട്രക്ചർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ബിക്കോസ് ടു ഇൻക്ലൂഡ് ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം സോഴ്സസ്. അപ്പൊ 25 lakh ആവും. എന്നിട്ട് ഓരോന്നിന്റെയും പ്രപ്പോർഷൻ കണ്ടുപിടിക്കും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മൊത്തം ക്യാപിറ്റലിന്റെ എത്ര ശതമാനമാണ്. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. മറ്റോടത്ത് ലോങ് ടേം സോഴ്സുകൾ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. 25 ലക്ഷത്തിൽ എത്ര ശതമാനമാണ് ഇക്വിറ്റി ക്യാപിറ്റൽ, 25 ലക്ഷത്തിൽ എത്ര ശതമാനമാണ് പ്രിഫറൻസ്, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ അത് അത്രേ ഉള്ളൂ, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയാണ് നമ്മുടെ തിയറി പ്രകാരമുള്ള പ്രോബ്ലംസ് വരുന്നത്. അതിനകത്ത് ആദ്യം വരുന്നതാണ് നോക്കുക. ഇതെന്ന് പറയുന്നത് നെറ്റ് ഇൻകം തിയറി അല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്. നെറ്റ് ഇൻകം തിയറി വെച്ചിട്ട്
കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണ്. നെറ്റ് ഇൻകം തിയറി പ്രകാരം നമ്മൾ എന്താണ് ആദ്യം കണ്ടുപിടിക്കുക? കമ്പനിയുടെ വാല്യൂ ഓഫ് ദ കമ്പനി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കും? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കും. രണ്ടിന്റെയും കൂടിയിട്ടുള്ള മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് ആ രണ്ടിന്റെയും കൂടിയിട്ടുള്ള ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയുക? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോ ജസ്റ്റ് നോക്കുക, അതിന്റെ ഫോർമുല ഒക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. എ കമ്പനി ഹാസ് ഏർണിംഗ് ഓഫ് 2 lakh. The capital structure of the company comprises debt as well as equity. The debt is 8 lakh, അതായത് borrowed at the rate of 10%. The equity capitalization rate is 12%. Find out the total value of the company and the overall cost of capital using NI approach ആണ്. അപ്പോൾ വാല്യൂ കണ്ടുപിടിക്കണം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കണ്ടുപിടിക്കണം. കമ്പനിയുടെ ടോട്ടൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ NI പ്രകാരമുള്ള ഫോർമുല എന്താണ്? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ്. ഇ പ്ലസ് ഡി എന്ന് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? അതിനകത്ത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തരും. നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാറ്? അത് നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഇ വിൽ ബി ഈക്വൽ ടു എന്താണ്? ഏർണിംഗ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, അതായത് ഏർണിംഗ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഇൻറ്റു 100. ഇ ബൈ കെ ഇ ഇൻറ്റു 100 എന്ന് പഠിച്ചില്ലേ? അതാണ്. അപ്പൊ നമ്മൾ എന്ത്, നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് വേണ്ടത്? ഏർണിംഗ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വേണം ഫോർ കാൽക്കുലേറ്റിംഗ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി. പിന്നെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് വേണം. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് വേണ്ടത്. The company has earning of 2 lakh. The capital structure of the company comprises debt as well as equity. ഈ 2 ലക്ഷം കമ്പനിക്ക് ഉണ്ട്. പക്ഷെ 2 ലക്ഷം നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുമോ? ഇല്ല. കാരണം എന്താണ്? കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് ഡെപ്റ്റും ഉണ്ട് ഇക്വിറ്റി ഉണ്ട്. അപ്പോൾ ഡെപ്റ്റിന് ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ള എമൗണ്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. നമ്മൾ ഫോർമുല പഠിക്കുമ്പോഴും മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താണ്? ഏർണിംഗ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആണ്. ഏർണിംഗ് ആഫ്റ്റർ ഇൻട്രസ്റ്റ്, അതായത് ഏർണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ ഇൻറ്റു 100 ആണ്. അപ്പോൾ ഏർണിംഗ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഏർണിംഗ് 2 lakh ആണ്. പക്ഷെ 2 ലക്ഷം ആർക്ക് കിട്ടില്ല? ഇക്വിറ്റിക്ക് കിട്ടില്ല. കാരണം കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ഉണ്ട്. സോ ഈ ഏർണിംഗിൽ നിന്ന് നമ്മൾ ആദ്യം ഫിക്സഡ് ഒബ്ലിഗേഷൻ ആയ ഡെപ്റ്റിന്റെ ഇൻട്രസ്റ്റ് പേ ഓഫ് ചെയ്യണം. അതിനുശേഷമുള്ള എമൗണ്ടേ ആർക്ക് കിട്ടുള്ളൂ? ഇക്വിറ്റി ഷെയർസിന് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏർണിംഗ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചാലാണ് ഏർണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഏർണിംഗിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് കുറച്ചാൽ മതി. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഏർണിംഗ് എത്രയാണ്? ഏർണിംഗ് 2 lakh ലെസ് ഇൻട്രസ്റ്റ് എത്രയാണ്? ഡെപ്റ്റ് 8 lakh ആണ്. 10% ഇൻട്രസ്റ്റ്. അപ്പൊ 8 ലക്ഷം ഇൻറ്റു 10/100 എത്ര വരിക? 80,000. അപ്പൊ 2 ലക്ഷത്തിന്ന് ഡെപ്റ്റിനുള്ള ഇൻട്രസ്റ്റ് 80,000 കൊടുക്കണം. ബാക്കി എത്രയുണ്ട്? 1,20,000 രൂപയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ട് ഉള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ഏർണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഇൻറ്റു 100 ആണ്. അത് തിയറി പറഞ്ഞപ്പോൾ ഞാൻ ഫോർമുല പറഞ്ഞിട്ടുണ്ട്. ഏർണിംഗ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ KE ഇൻറ്റു 100. അപ്പോ ഇവിടെ ഏർണിംഗ് ആഫ്റ്റർ എന്താണ്? ഏർണിംഗ് അവൈലബിലിറ്റി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്ര കിട്ടിയത്? 1,20,000. 1,20,000 ഡിവൈഡഡ് ബൈ KE എത്രയാണ്? ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ 12%. 12 ഇൻറ്റു 100. അപ്പൊ എത്ര വരിക? 1,20,000 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 100 എത്രയാണ്? 10 lakh. അതാണ് എന്ത്? ഇക്വിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ. ഇനി നമുക്ക് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് വാല്യൂ? ടോട്ടൽ വാല്യൂ ഓഫ് ഫേം ആസ് പെർ NI അപ്രോച്ച് എന്താണ്? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ആണ്. അപ്പൊ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 8 lakh. മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് 8 lakh.
രണ്ടും കൂടി ആഡ് ചെയ്യുക. ടോട്ടൽ വാല്യൂ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എത്രയാണ്? 10 lakh പ്ലസ് ഡെപ്റ്റ് എത്രയാണ്? 8 lakh. അപ്പൊ മൊത്തം ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് കമ്പനി എത്രയാണ്? 18 lakh ആണ്. ഇനി നമ്മളോട് എന്തും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഓവറോൾ ക്യാപിറ്റലൈസേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓവറോൾ ക്യാപിറ്റലൈസേഷൻ ഞങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാറ്? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് divided by total value of the firm into 100 അല്ലെ? ഏർണിംഗ് ബിഫോർ EBIT divided by V into 100 എന്നാണ് നമ്മൾ ഫോർമുല എഴുതിയിട്ടുണ്ടാവുക. അതായത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് divided by total value of the firm into 100. ഇവിടെ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 2 lakh divided by total value of the firm നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 18 lakh. അപ്പോ 2 lakh divided by 18 lakh into 100 എത്രയാണ്? 11.11%. അപ്പൊ ഇങ്ങനെയാണ് NI അപ്രോച്ച് പ്രകാരം നമ്മൾ കമ്പനിയുടെ വാല്യൂവും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കണ്ടുപിടിക്കുക. കമ്പനിയുടെ NI നെറ്റ് ഇൻകം തിയറി പ്രകാരം ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞ എന്താണ്? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ്. ഇനി മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റലൈസേഷൻ, ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഇൻറ്റു 100 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വിറ്റിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇക്വിറ്റിയുടെ വാല്യൂ പ്ലസ് ഡെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് കമ്പനി. ഇനി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ V into 100, അതായത് വാല്യൂ ഇൻറ്റു 100. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതാണ് നെറ്റ് ഇൻകം തിയറി. ഇനി നമുക്ക് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി പ്രകാരം എങ്ങനെയാണ്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാറ്? നമ്മൾ ആദ്യം ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കും ത്രൂ EBIT. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ടോട്ടൽ വാല്യൂവിൽ നിന്ന് ഡെപ്റ്റിന്റെ വാല്യൂ കുറച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഇക്വിറ്റി. അങ്ങനെയാണ് നമ്മൾ അത് ചെയ്യാറ്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുപിടിക്കാറ്. എങ്ങനെയാണ് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കാറ്? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റിന്റെ വാല്യൂ, അതായത് മൈനസ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ E into 100. E എന്ന് പറഞ്ഞ എന്താണ്? വാല്യൂ ഓഫ് ഇക്വിറ്റി. അതായത് നമ്മൾ നെറ്റ് ഇൻകം അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റിയും മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ടോട്ടൽ ചെയ്തിട്ടാണ് ടോട്ടൽ വാല്യൂ ഓഫ് ഫേം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറ്. പക്ഷെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം പ്രകാരം അങ്ങനെയല്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ വാല്യൂ ഓഫ് ഫേം ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ ടോട്ടൽ വാല്യൂന്ന് ഡെപ്റ്റിന്റെ വാല്യൂ കുറച്ചിട്ട് we will identify the value of equity. എന്നിട്ട് നമ്മൾ എന്തുണ്ട്? ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുക ചെയ്യാറ്. KE എങ്ങനെ കണ്ടുപിടിക്കാറ്? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് മൈനസ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഇക്വിറ്റി ഇൻറ്റു 100. നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി ക്ലാരിറ്റി. A Limited has ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 1 lakh. EBIT ആണ് തന്നിരിക്കുന്നത് 1 lakh. It has borrowed a debt of 5 lakh at the rate of 10%. ഡെപ്റ്റ് ഉണ്ട്, 5 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്, 10% ഇൻട്രസ്റ്റ്. ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ത് ചെയ്യുക? 12.5%. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും? ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് തന്നിട്ടുണ്ടാവും. നമുക്ക് നെറ്റ് ഇൻകം തിയറി ചെയ്യുമ്പോൾ നമുക്ക് തരിക ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ്. അപ്പൊ ആ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിച്ചിട്ട് അതും മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് വി വിൽ ഐഡന്റിഫൈ ദ ടോട്ടൽ വാല്യൂ ഓഫ് ഫേം. പക്ഷെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിന്റെ പ്രോബ്ലം ആണ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ നമുക്ക് ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ് തന്നിട്ടുണ്ടാവും. അപ്പൊ ആ ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റും ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് EBIT തന്നിട്ട് 1 lakh, ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് തന്നിട്ട് 12.5%. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് കമ്പനി ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് അണ്ടർ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാണ്? 1 lakh. നമ്മുടെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം പ്രകാരം വാല്യൂ ഓഫ് ഫേം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ
ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ്. ഇവിടെ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് തന്നിട്ടുണ്ട് 1 lakh, ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് തന്നിട്ടുണ്ട് 12.5%. ടോട്ടൽ വാല്യൂ ഓഫ് ഫേം എന്താണ്? എങ്ങനെയാണ് ടോട്ടൽ വാല്യൂ ഓഫ് ഫേമിന്റെ ഫോർമുല എന്താ? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ്. അപ്പൊ 1 lakh ഡിവൈഡഡ് ബൈ എത്ര ഓവറോൾ ക്യാപിറ്റലൈസേഷൻ? 12.5 into 100. അപ്പോൾ 1 lakh divided by 12.5 into 100 ചെയ്യുമ്പോൾ 8 lakh. So we will get the total value of company. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുപിടിക്കണം. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റിന്റെ ഫോർമുല എന്താണ്? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് മൈനസ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഇൻറ്റു 100. അതായത് EBIT മൈനസ് I/E ഇൻറ്റു 100. എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കണം. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എങ്ങനെയാണ്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് നമ്മൾ കണ്ടുപിടിക്കുക. ടോട്ടൽ വാല്യൂ ഓഫ് ഫേം മൈനസ് ടോട്ടൽ വാല്യൂ ഓഫ് ഡെപ്റ്റ് ആണ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി, ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 8 lakh. ഡെപ്റ്റ് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 5 lakh. അപ്പൊ ടോട്ടൽ വാല്യൂ ഓഫ് ഇക്വിറ്റി എന്താണ്? 8 lakh മൈനസ് 5 lakh എത്രയാണ്? 3 lakh. ടോട്ടൽ വാല്യൂ ഓഫ് ഫേം നമ്മൾ കണ്ടുപിടിച്ചു 8 lakh. ഡെപ്റ്റ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 5 lakh. ഒരു കമ്പനിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ സം ആണ്. സോ V മൈനസ് D വാല്യൂ ഓഫ് ഇക്വിറ്റി 8 lakh മൈനസ് 5 lakh എത്രയാണ്? 3 lakh. നമ്മളോട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്താണ്? എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് മൈനസ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ E ഇൻറ്റു 100. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ട് 1 lakh ആണ്. ഇൻട്രസ്റ്റ് 5 lakh ആണ് നമ്മുടെ ഡെപ്റ്റ്. അതിന്റെ പെർസെന്റേജ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയെന്ന് തന്നിട്ടുണ്ട്? 10% ആണെന്ന് തന്നിട്ടുണ്ട് ഇല്ലേ? 5 lakh ആണ് ഡെപ്റ്റ്, പെർസെന്റേജ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ് തന്നത്. അപ്പൊ എത്രയായിരിക്കും ഇൻട്രസ്റ്റ്? 5 lakh into 10/100 50,000. അപ്പൊ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 1 lakh മൈനസ് ഇൻട്രസ്റ്റ് എത്രയാണ്? 5 lakhന്റെ 10% 50,000 ഡിവൈഡഡ് ബൈ E എന്ന് പറഞ്ഞ വാല്യൂ ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 3 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ 50,000 ബൈ 3 lakh ഇൻറ്റു 100, അതായത് 16.67%. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് നെറ്റ് ഇൻകം അപ്രോച്ചിലാണ് പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ അവിടെ തന്നിട്ടുണ്ടാവുക ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആയിരിക്കും. അപ്പൊ ആ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കണം. എന്നിട്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഫേം. പക്ഷെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് പ്രകാരം നമുക്ക് എന്താ തന്നിട്ടുണ്ടാവുക? ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ് തന്നിട്ടുണ്ടാവുക. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ ടോട്ടൽ വാല്യൂ ഓഫ് ഫേം കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം എങ്ങനെയാണ്? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ്. എന്നിട്ട് ആ ടോട്ടൽ വാല്യൂവിൽ നിന്ന് ഡെപ്റ്റ് കുറച്ചാൽ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഇക്വിറ്റി. ഇനി ടോട്ടൽ വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് മൈനസ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ E ഇൻറ്റു 100. ഇനി നമുക്കിത് വേണമെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്യാം ശരിയാണോ. ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് 12.5 തന്നിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറഞ്ഞതാണ് കമ്പനിയുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി പ്ലസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ്. ഇവിടെ നമ്മൾ വെരിഫൈ ആണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എത്രയാണ്? 10% ആണ്. ഇൻറ്റു എത്ര രൂപയാണ് നമ്മൾ കടമെടുത്തേക്കണത്? 5 lakh ഡിവൈഡഡ് ബൈ, ഇങ്ങനെയാണ് വെരിഫൈ. വാല്യൂ ഓഫ് ദ ഫേം 8 lakh. അപ്പൊ 8 lakhന്റെ 5 ലക്ഷം രൂപ ഡെപ്റ്റ് ആണ്. അപ്പൊ അതിന് നമ്മൾ 10% ആണ് കൊടുക്കണം. അപ്പൊ 10% ഇൻറ്റു 5 lakh ബൈ 8 പ്ലസ് നമുക്ക് എന്ത് കൂടി ഉണ്ട്? ഇക്വിറ്റി ഉണ്ട്. അതിന്റെ എത്രയെന്ന് കണ്ടുപിടിച്ചു? 16.67. അപ്പൊ 16.67 ഇൻറ്റു വാല്യൂ എത്രയാണ്? 3 lakh ഡിവൈഡഡ് ബൈ 8 lakh. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ 6.25 കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ 6.25, ടോട്ടൽ 12.5%. അത് തന്നെയാണ് നമ്മുടെ ഓവറോൾ ക്യാപിറ്റലൈസ്. അപ്പൊ ശരിയാണ്. അതൊന്ന് വെറുതെ വെരിഫൈ ചെയ്തത് മാത്രം, അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട. എല്ലാ പ്രോബ്ലത്തിലും നിങ്ങളോട് ഇക്വിറ്റിയുടെ ക്യാപിറ്റലൈസേഷൻ റേറ്റും വാല്യൂ ഓഫ് ദ ഫേമും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുക ഇൻ കേസ് ഓഫ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. ഈ നെറ്റ് ഇൻകം അപ്രോച്ച് പ്രകാരമാണെങ്കിൽ നിങ്ങളോട് പറയുക ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ടോട്ടൽ വാല്യൂ ഓഫ് ഫേമും കാൽക്കുലേറ്റ് ചെയ്യാനാണ് മാത്രം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഫോർമുലകൾ കൃത്യമായിട്ട് പഠിക്കുക.
ഒന്നുമില്ല, നെറ്റ് ഇൻകം അപ്രോച്ച് പ്രകാരമാണ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാണുക, മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് കാണുക, രണ്ടും കൂടി ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഫേം. പക്ഷെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം പ്രകാരമാണ് നിങ്ങൾ തുടങ്ങേണ്ടത് ടോട്ടൽ വാല്യൂ ഓഫ് ഫേം എന്നാണ്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഓവറോൾ ക്യാപിറ്റലൈസേഷൻ ഇൻറ്റു 100 ചെയ്തിട്ട് ടോട്ടൽ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് അതിന്ന് ഡെപ്റ്റ് കുറച്ചാൽ യു വിൽ ഗെറ്റ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി. വെരിഫിക്കേഷൻ നടത്തണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻറ്റു ഡെപ്റ്റിന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ വാല്യൂ പ്ലസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു ഇക്വിറ്റിയുടെ വാല്യൂ ഡിവൈഡഡ് ബൈ വാല്യൂ. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.